ബി.ജെ.പിയുടെയും സംഘപരിവാറിന്റെയും രാഷ്ട്രീയ അജണ്ടയുടെ കാവലാളാകാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കാൻ നമ്മൾ ഒരു കാലത്തും തയ്യാറാവില്ല. രാജ്യത്ത് ഇത്രയധികം വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം വേറെയില്ലെന്നിരിക്കെ അവരുടെ പ്രത്യയശാസ്ത്രപരമായ വിഷം നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങളിലേക്ക് കൂടി കടന്നു വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അതെ, 11-12 ക്ലാസ്സുകളിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുന്നതിനായി NCERT രൂപീകരിച്ച 20-അംഗ സമിതിയിൽ 4 RSS ABVP അനുഭാവികളെ തിരികെ കയറ്റിയെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയെയും ചരിത്രത്തെയും സ്വന്തം രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിനനുസരിച്ച് മാറ്റിയെഴുതാൻ സംഘപരിവാർ ശ്രമിക്കുന്നുവെന്ന ആരോപണം ശക്തമായി നിലനിൽക്കുന്ന സമയത്തു തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരണം അടിച്ചേൽപ്പിക്കുന്നുവെന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് സമിതിയിലെ ചില പ്രധാന നിയമനങ്ങൾ നടന്നിരിക്കുന്നത്. ABVPയുടെ മുൻ ഭാരവാഹികളും സംഘപരിവാർ അക്കാദമിക് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ NCERT പാഠപുസ്തക സമിതിയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളിൽ സ്വതന്ത്ര ചിന്തയും ജനാധിപത്യ മൂല്യങ്ങളും വളർത്തേണ്ട പൊളിറ്റിക്കൽ സയൻസ് പോലുള്ള ഒരു നിർണായക വിഷയത്തിൽ ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തോട് പ്രതിബദ്ധത പുലർത്തുന്ന വ്യക്തികളെ ഉൾപ്പെടുത്തിയത് ഒട്ടും യാദൃശ്ചികമല്ല. ഇന്ത്യയുടെ ബഹുസ്വരതയെയും മതേതരത്തെയും തകർത്ത് ഒരൊറ്റ രാഷ്ട്രീയ ചിന്താഗതി യുവതലമുറയിലേക്ക് കടത്തിവിടാനുള്ള സംഘപരിവാറിന്റെ അജണ്ടയുടെ ഭാഗമായാണിത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ചരിത്ര സാമൂഹിക ശാസ്ത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് ഭരണകൂടത്തിന് അപ്രിയമായ പല വസ്തുതകളും വെട്ടിമാറ്റപ്പെടുന്നത് വലിയ ചർച്ചയായിരുന്നു. ഗുജറാത്ത് കലാപം, മുഗൾ ഭരണകാലഘട്ടം, രാജ്യത്തെ സ്വതന്ത്ര സമര പോരാട്ടങ്ങളിൽ ഇടത് മതേതര പ്രസ്ഥാനങ്ങളുടെ പങ്ക്, ദളിത് ന്യൂനപക്ഷ അവകാശ പോരാട്ടങ്ങൾ എന്നിവയൊക്കെ വൻതോതിൽ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയോ ഒഴിവാക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ സംഘപരിവാർ നേതാക്കളെയും അവരുടെ പ്രത്യയശാസ്ത്രങ്ങളെയും അമിതമായി മഹത്വവൽക്കരിക്കുന്ന രീതിയിലാണ് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. ശാസ്ത്രീയ ചരിത്ര പഠനത്തെ തള്ളിക്കളഞ്ഞ് മിത്തുകളെയും സങ്കല്പങ്ങളെയും ചരിത്രം എന്ന പേരിൽ കുട്ടികളെ പഠിപ്പിക്കാൻ RSS കാലങ്ങളായി ശ്രമിക്കുകയാണ്. പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തക സമിതിയിൽ RSS അനുഭാവികളെ തിരികെ കയറ്റുന്നതിലൂടെ ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളായ മതേതരത്വം, സമത്വം, സോഷ്യലിസം എന്നിവയെക്കുറിച്ചുള്ള വിശകലനങ്ങൾ കൂടുതൽ ലളിതവൽക്കരിക്കപ്പെടാനോ അല്ലെങ്കിൽ പാടെ തച്ചുടയ്ക്കപ്പെടാനോ ഉള്ള സാധ്യത ഏറെയാണ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ നിഷ്പക്ഷവും വിശാലവുമായ ലോകവീക്ഷണം ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രപരമായ അജണ്ട പ്രചരിപ്പിക്കാനുള്ള ആയുധമായി പാഠപുസ്തകങ്ങളെ മാറ്റുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തിന് തന്നെ തിരിച്ചടിയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സിലബസുകളെയും രാഷ്ട്രീയവൽക്കരിക്കുകയും സ്വതന്ത്ര ചിന്തകരെയും അക്കാദമിക് വിദഗ്ധരെയും മാറ്റി നിർത്തി വർഗീയമായ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നത് RSSന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. വരും തലമുറയെ പൗരബോധമുള്ളവരാക്കി മാറ്റേണ്ട പാഠപുസ്തകങ്ങൾ കേവലം രാഷ്ട്രീയ പ്രചാരണ ആയുധമായി മാറ്റുന്നത് അപകടകരമാണ്.